wonderful family, welcome back to my channel Glitz Glam Glow. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് എന്നെ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഹലോ ഞാനാണ് ശ്രുതി. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എല്ലാ വീഡിയോസും മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കർക്കിടക മാസമായി. അപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് ധാരാളം സ്കിന്നിൻ്റെയും സ്കാൽപ്പിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് സ്കാൽപ്പ് 3 വിധത്തിലാണ് നമ്മൾ തരംതിരിച്ചേക്കുന്നത്. അതായത് നോർമൽ സ്കാൽപ്പ്, അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ്, അതും അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ്. ഇപ്പം നമുക്ക് ഈ മഴക്കാലം വരുമ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി കാരണം നമ്മുടെ സ്കാൽപ്പിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ചിലർക്ക് ഇച്ചിനെസ് ആവും, ചിലർക്ക് ഡാൻഡ്രഫ് ആവും. കാരണം ഈ സമയത്ത് എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി കാരണം തന്നെ നമുക്ക് വേർപ്പടിയാനും അതേപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ, അതായത് ഫംഗൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് തരണം ചെയ്യാനായിട്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കിൻ കെയറും ഹെയർ കെയറും, അതായത് ഈ മഴക്കാലത്തെ സ്കിൻ കെയറും ഹെയർ കെയർ റൂട്ടീൻ നമുക്കൊരു ചാലഞ്ചായിട്ട്, അതായത് ഒരു സീരീസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴക്കാലത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് സ്കാൽപ്പിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പലതരത്തിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ചിലർക്ക് വരുന്ന ഇച്ചി സ്കാൽപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് മുടി പൊട്ടിപ്പോകുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാം, ഈ മഴക്കാലത്ത് നമുക്ക് എങ്ങനെ അത് തരണം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് വളരെ നമുക്ക് വീട്ടിൽ ഉള്ള 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഒരു ഹെയർ ഹാക്ക് ആണെന്നും കൂടെ പറയാം കേട്ടോ. ഹെയർ ഹാക്ക് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പൊടിക്കൈയാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് നമുക്ക് ഡാൻഡ്രഫോ ഇച്ചി സ്കാൽപ്പോ ഉണ്ട്, ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ ഒരു ഷാമ്പു ആണ് കേട്ടോ. നമ്മൾ ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ധാത്രിയുടെ ദിദി ഷാമ്പു ആണ്. നമുക്ക് കയ്യിലുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാമ്പു തന്നെ മതി. ഇതിനായിട്ട് പുതിയതായിട്ടുള്ള ഷാമ്പു മേടിക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്പിൾ സൈഡർ വിനെഗർ ആണ്. ഇത് റോ ആപ്പിൾ സൈഡർ വിനെഗർ ആണ്. ആപ്പിൾ സൈഡർ വിനെഗർ വിത്ത് മദർ ആണ് കേട്ടോ. ഈ ആപ്പിൾ സൈഡർ വിനെഗർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കാൽപ്പിന്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ആപ്പിൾ സൈഡർ വിനെഗർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിലെ, അതായത് ഹെയറിലെ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലോസ് ചെയ്ത് നല്ല നമ്മുടെ ഹെയർ ഹെൽത്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ആപ്പിൾ സൈഡർ വിനെഗർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ വന്നിട്ടുള്ള ഫംഗൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. ആപ്പിൾ സൈഡർ വിനെഗർ നമുക്ക് ഭയങ്കര നല്ലതാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ഒരു സ്ട്രെങ്ത് കൊടുക്കും, നമ്മുടെ ഷൈൻ റിസ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോവില്ല, നമുക്ക് ഹെയറിന് നല്ല സ്ട്രെങ്ത് കിട്ടും, നല്ല ഷൈൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മുടി ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോവില്ല. അങ്ങനെ ഒരു നല്ല ബെനിഫിറ്റ് നമ്മുടെ ആപ്പിൾ സൈഡർ വിനെഗർ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ തന്നെ യൂസ് ചെയ്യണം. ആപ്പിൾ സൈഡർ വിനെഗറിൽ എന്ന് വെച്ചാൽ വിറ്റമിൻ ബി ആൻഡ് വിറ്റമിൻ സി, പിന്നെ അതുകൂടാതെ പൊട്ടാഷ്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് സ്ട്രെങ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ സിന്തറ്റിക് വിനെഗർ ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് നമുക്ക് മുടിക്ക് കേടുവരുത്തും. നമുക്ക് ആപ്പിൾ സൈഡർ വിനെഗർ ആസ് എ കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് നമ്മൾ എന്നും എടുക്കുന്ന എത്ര ഷാമ്പൂ ആണോ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഷാമ്പൂ ഒരു മഗ്ഗിലേക്ക്, നമ്മൾ സാധാരണ നമുക്ക് മഗ്ഗ് കിട്ടില്ലേ, ഈ മഗ്ഗിലേക്ക് നമുക്ക് എത്ര ഷാമ്പൂവാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക. അതേപോലെ തന്നെ ഇതൊരു 5 ml ആപ്പിൾ സൈഡർ വിനെഗർ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വാട്ടർ വെച്ചിട്ട്, അതായത് ഷാമ്പു പതയുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പതപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് 2 മിനിറ്റ് മാറ്റി വെച്ചേക്കുക കേട്ടോ. ആ കപ്പിലെ ആ വെള്ളം ഷാമ്പു ആൻഡ് ആപ്പിൾ സൈഡർ വിനെഗർ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ്സിലേക്ക് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഹെയർ നല്ലപോലെ വെറ്റ് ചെയ്തിട്ട് ഈ ഷാമ്പു ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. യൂസ് ചെയ്ത് നമ്മൾ ഹെയർ നല്ലപോലെ, അതായത് സ്കാൽപ്പും ഹെയറും നല്ലപോലെ മസാജ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് മസാജ്
മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഇതിനായിട്ട് ചൂടുവെള്ളം ഒന്നും വേണ്ട. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തില്ലായിരുന്നു, എന്നിട്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നല്ല ഷൈൻ ഉണ്ട്, നല്ല സോഫ്റ്റും ആക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കിയ മുടിയാണ്. നല്ല ഷൈൻ ഉണ്ട്, കെട്ട് വീഴുന്നുമില്ല. നല്ലൊരു ഹെയർ ഹാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഹെയർ ഹാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ആപ്പിൾ സൈഡർ വിനെഗർ ഇല്ല, നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷാമ്പു എടുക്കുക. അതേപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനെഗറിന് പകരം നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ലെമൺ ആണ്, നാരങ്ങ, ചെറുനാരങ്ങ നമുക്ക് കിട്ടില്ലേ, അത് കട്ട് ചെയ്ത് അരഭാഗം നമുക്ക് പിഴിഞ്ഞ് വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഷാമ്പു ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക, അതിൻ്റെ പകുതി നമുക്ക് വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. വെള്ളം നിറച്ചിട്ട് എന്നിട്ട് നമുക്ക് ഒരു 5 ml ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ എപ്പോഴും എടുക്കുമ്പോൾ ഷേക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഷേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മദർ നല്ലപോലെ കലങ്ങും, അതിനനുസരിച്ച് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ 5 ml ആപ്പിൾ സൈഡർ വിനെഗർ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഈ വെള്ളത്തിനകത്ത് ഒഴിക്കുക. എന്നിട്ട് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാംപൂ ആൻഡ് കണ്ടീഷണർ റെഗുലർ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ ബ്ലെസ്ഡ്.